പറ്റോ? നിനക്ക് പറ്റോ? രണ്ടുപേർക്കും ഓരോ മൈക്ക് തരാം. ആ മൈക്ക് കൊണ്ട് ആ വാഴക്കാല ജംഗ്ഷനിൽ പോയി നിന്നിട്ട് നേരത്തെ അങ്ങോട്ട് കുറ്റം പറ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ ആൾക്കാർ കേൾക്കാനായിട്ട്. മതിയാ? പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി തെറ്റിന്റെ കാര്യമില്ല. നീ അവളെ കഴിഞ്ഞ് താലി കെട്ടി, അതോട് നീ സഹിച്ചേ പറ്റൂ. ഇനി തെറ്റിപ്പിച്ചിട്ട് കാര്യം അതല്ല. അത്രയല്ലേ വിളിച്ചോളൂ. ഞാൻ പറയാൻ അവിടെ കേട്. ഒരുപാട് പ്രതീക്ഷകളായിട്ട് പറന്നിറങ്ങിയാണ് ഞാൻ ഇവിടെ. അളിയൻ, എന്റെ ചേച്ചി, പിള്ളേര്, ഒരു ചെറിയ ബിസിനസ്, എന്റെ ഭാര്യയായിട്ടുള്ള ഒരു സന്തോഷകരമായ ജീവിതം എല്ലാം തകർന്നില്ലേ? നിന്റെ ഈ കള്ള കണ്ണീരുണ്ടെന്ന് എന്റെ മനസ്സറിയില്ല. ചെറിയ ബിസിനസ്സാടാ, ചെറിയ ബിസിനസ്സാ. വാഴക്കാല ജംഗ്ഷനിൽ നോക്കിയടാ, 3000 സ്ക്വയർ ഫീറ്റ് കടവരാത്ത കടവരാതെ നോക്കിയടാ. എന്നെ അറിയിച്ചാടാ? അപ്പൊ നീ എന്നെ അറിയിച്ചാ? ഓ, അപ്പൊ എല്ലാം അറിഞ്ഞ് വന്നിട്ടുള്ള തുള്ളലാണ്. എല്ലാം അറിഞ്ഞ്. ഞാൻ ഒരു കാര്യം പറയാം. വാഴക്കാല എന്ത് നടന്നാലും ഞാൻ അറിയും. ഞാൻ അറിയാതെ അവിടെ പാട്ടും മുള പോലും പൊട്ടി മുളയ്ക്കൂല. തകർത്ത് കളയും, മുളവിനെ നുള്ളിക്കളയും. എന്ത് ബിസിനസ് തുടങ്ങിയാലും അങ്ങനെ. വാഴക്കാലം മാത്രമല്ല, പടമുകളിൽ ഞാൻ ഒരു ഷോപ്പ് നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പടമുകളിൽ എങ്ങനെ ഇരിക്കണേ? അത് തന്നെ എനിക്ക് ചോദിക്കാതെ എങ്ങനെ ഇരിക്കണേ? ഈ പടമുള്ള കട കണ്ടിട്ട് അവൻ വന്നിട്ട് എന്താ എന്നോട് പറഞ്ഞത്? എന്ത് പറഞ്ഞത് കേക്ക്? പക്ഷേ കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? അവൻ വന്ന് പറഞ്ഞത് അളിയനായിട്ട് ആലോചിച്ചിട്ട് ബിസിനസ് തുടങ്ങാന്ന്. കേട്ടോ? കേട്ടില്ലേ? അളിയനായിട്ട് ആലോചിച്ചിട്ട് മതി ബിസിനസ്. അളിയനായിട്ട് ആലോചിച്ചിട്ട് മതി ബിസിനസ് തുടങ്ങാനാണ്. ഇത് നീ അറിഞ്ഞ? എനിക്ക് പറയാം. എന്തുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല? പറഞ്ഞില്ലേ? നിനക്ക് ഞാനും അവനും തമ്മിലാണ് ഈ ഉടനെ കാണണം അല്ലേ? മോനെടാ മകളെ കൂട്ടാ കൂട്ടാ നീ നേരത്തെ പറയേണ്ട ആളിയുണ്ട്. നിങ്ങളെ വായുന്നത് ആക്കില്ലേർന്നാ പറയേണ്ടതൊക്കെ? അല്ല, ഇത്രയും പ്രശ്നം ഉണ്ടാവോ? എനിക്ക് അവന്റെ മനസ്സറിയാം. എനിക്കറിയാം അവന്റെ മനസ്സ്. ഇങ്ങനെ ചെയ്യൂ. നീ എന്നാലും പറഞ്ഞില്ല നിന്റെ ബിസിനസ്സിൽ അളിയനെ പാർട്ട്ണറാക്കാം. അത് 5 പൈസ ഇൻവെസ്റ്റ്മെന്റിലാണ്. പറഞ്ഞു പറഞ്ഞു. ഞാനൊരു കാര്യം പറയണ്ട. എന്റെ രക്തബന്ധത്തിലോ എന്റെ അകന്ത ബന്ധത്തിലോ ആരും എന്റെ എത്ര വരൂടാ. ഞാൻ ഉണ്ട് കൂടാ. ഞാൻ ഉണ്ട്.